11 മണിക്ക് ഇറങ്ങിയ മീൻപിടുത്തം ഇനി അവസാനിച്ചിട്ടില്ല. റിസൾട്ട് ഇതാണ്. കുഞ്ഞമത്തികൾ, കുഞ്ഞമത്തിയല്ല, പരലുകൾ. എന്താ മീൻകാരൻ തോമാ പോകുന്നേ. മീൻകാരൻ ഞങ്ങളെ ലാസ്റ്റ് ഹണ്ടിങ്ങാണ്. ലാസ്റ്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 5-6 വലകളിട്ടു. മറ്റേ ഇത് പറഞ്ഞാൽ മീൻ പിടിക്കാൻ വല വാങ്ങി. വെള്ളത്തിൽ മീനില്ല. മീൻ പിടിക്കാൻ വല വാങ്ങി. മീൻ കിട്ടിയില്ല. ചിലവ് 2000. അതാണ് മീൻകാരൻ പോണണ്ട. വെള്ളമാണ്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. പുഴനിവാസികളെ ശ്രദ്ധിക്കുക, വെള്ളം ഏറുന്നുണ്ട്. മഴ ഇനിയും കഠിനം. പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞ കറക്റ്റ് സംഭവങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണതേ. പെയ്യാതിരിക്കുന്നല്ല, പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്യും. പുഴയിലൊക്കെ എന്തൊക്കെയോ അടിഞ്ഞ മലിനവസ്തുക്കളൊക്കെ ഒലിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മലയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. എമ്മ വേസ്റ്റാണ് എൻ്റെ പൊന്നാര ടൂറിസ്റ്റുകളെ. നിലമ്പൂരും വയനാടും അവിടെയും ഇവിടെയൊക്കെ പോകുന്ന ആളുകളെ, നിങ്ങൾ കുപ്പിയും പാട്ടിയൊന്നും ഇങ്ങനെ അവിടെയും ഇവിടെയും ഇടലിട്ടോ. അതിൻ്റെ ഒരു അവസ്ഥ കണ്ട നിങ്ങൾ പുഴയൊക്കെ നോക്കിയേ. ഫുള്ള് ബോട്ടിലാണ് പോണത്. ബോട്ടിൽ, തെർമോക്കോള്. ഇങ്ങനെയാകുമ്പം വെള്ളം പാക്കറ്റാക്കി കൊടുക്കണതൊക്കെ നിർത്തേണ്ടി വരും. ചെയ്യാം, പ്ലാസ്റ്റിക്കാണതേ. അത് നിൽക്കാനേ അവൻ്റെ അവിടെ കോരാൻ കഴിയില്ല കേട്ടോ. അത് ഇതാകെ ചണ്ടി ചമ്പലേക്കാരം. പിടിക്കണം, പിടിക്കാം. എന്നാ ബാല ഇവിടെ വെച്ചൂടെ? എന്നാ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ തോൾക്ക് വെക്ക്. പാമ്പുണ്ടോ? അല്ല, അങ്ങോട്ട് ചാടിയിട്ട് തന്നെയല്ല. ചളിയല്ലേ? ഓയ്, കണ്ടൽക്കാടുകളെക്കാളും ഭീകരപ്പെടുത്തുന്ന കാട്ടിലൂടെ മീൻ പിടിക്കാൻ വേണ്ടി 2 ആളുകൾ, 2 യുവാക്കൾ. വല കേടരോ? എന്നാ വാ, കയറി വരികയാണ്. പഠിച്ചോനെ പോട്ടെ. റൈറ്റ്, മീനവിടെ മീൻ. അങ്ങനെ ഈ ഉദ്യമം ഞങ്ങൾ പരാജയപ്പെട്ടു. തിരിച്ചു പോവാണ്. എന്തേ ബോട്ടിൽ ഒഴിച്ചു പോണ്. ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ഇതിലൊക്കെ നടക്കുമ്പോൾ ഒരു കാലത്ത് ഇവിടെയൊക്കെ ഫുള്ള് മണലായിരുന്നു. പഞ്ചാര മണൽ, ബീച്ചിലെ മണൽ പോലുള്ള മണൽ.